ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. ഹൃദയം നുറുങ്ങിയ അവസ്ഥയിലാണോ താങ്കൾ ഇപ്പോൾ ഞങ്ങളെ ശ്രമിക്കുന്നത്? ജീവിതത്തിൽ ഒരു നന്മയുമില്ല, അധ്വാനപരമെല്ലാം നാനാവിധമായി. മദ്യം, മയക്കുമരുന്ന് ഉപയോഗം, കുടുംബ തകർച്ച, ആത്മഹത്യാ പ്രവണത നിങ്ങളെ നയിക്കുന്നുവോ? അവയിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഇതാ നമ്മുടെ അടുത്ത തിരുവല്ല, പത്തനംതിട്ട, മുക്കൂട്ടുകര വിവിധങ്ങളായ പ്രദേശങ്ങളിൽ പുതുജീവൻ ഡീഅഡിക്ഷൻ സെന്റർ എന്ന് പറയപ്പെടുന്ന ലഹരി വിരുദ്ധ ക്യാമ്പുകളും കൗൺസിലിംഗുകളും നടത്തപ്പെടുന്നു. കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ നയിക്കുന്ന ഈ ക്യാമ്പിലേക്ക് കടന്നു വരുന്നവർക്ക് തികച്ചും സൗജന്യമായി ഭക്ഷണം, താമസ സൗകര്യം അവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ആകയാൽ പ്രിയ ദേശവാസികളെ, ഒരു അന്ത്യകാലത്തിലാണ് നാം ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും മനുഷ്യന് സമാധാനമില്ല. ഈ കൊച്ചു കേരളത്തില് ദൈനംദിനം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം കൂടി വർദ്ധിച്ചു വരുന്നതിനാൽ അനേക കുടുംബജീവിതങ്ങൾ താറുമാറായിക്കൊണ്ടിരിക്കുന്നു. ആത്മഹത്യ വർദ്ധിക്കുന്നു, കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു. എവിടെ നോക്കിയാലും മനുഷ്യന് സമാധാനമില്ലാതെ ഭവനങ്ങളിൽ നിലവിളി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാകുന്നു നമ്മുടെ മുൻപിലുള്ളത്. ആകയാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുകയാണ്. ഇല്ല, എല്ലായിടത്തും എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാകുന്നു നമ്മുടെ മുൻപിലുള്ളത്. ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയ ദേശവാസികളെ, ഇപ്പോൾ നമുക്ക് ഒരു ലഘു സന്ദേശം കേൾക്കാം. അതിനുശേഷം ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ആ ലഘു സന്ദേശ കേൾവി നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിത്തീരാം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്തും അകലെയുമായി വ്യാപാര സ്ഥാപനങ്ങളിലും വഴിയോരങ്ങളിലും വാഹനങ്ങളിലുമായിരിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങളെയും വേഗം വന്നവനായ യേശു ക്രിസ്തുവിന്റെ നിത്യനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ്. അല്പസമയത്തേക്ക് നിങ്ങളുടെ വലിയേറിയ ശ്രദ്ധയെ ഞങ്ങളുടെ ശബ്ദത്തിന് ചെവിച്ചായ്ക്കണമേ എന്ന് ഞങ്ങൾ ദൈവനാമത്തിൽ അർപ്പിക്കുകയാണ്. പ്രിയ ദേശവാസികളെ, ലോകം വളരെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഞങ്ങളും നിങ്ങളും ജീവിക്കുന്നത്. ദിനം പ്രതി പത്രമാധ്യമങ്ങളിലും നിരവധി സോഷ്യൽ മീഡിയകളിലൂടെയും നാം വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നത് മനുഷ്യ മനസ്സുകളെ വേദനിപ്പിക്കുന്നതും അമ്പരപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായ വാർത്തകളാണ്. ലോകം വല്ലാത്ത ഒരവസ്ഥയിലൂടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവസാനിക്കാത്ത യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വർഷക്കാലം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ തന്നെ ഇസ്രായേലിനെ പല രാജ്യങ്ങളും ആക്രമിക്കുന്നു, അവരും തിരിച്ചാക്രമിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ പ്രവചനങ്ങളെല്ലാം നിവൃത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലയളവാണ് പ്രിയമുള്ളവരെ. ലോകം ഒരു അവസാന കാലഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ലോക സംഭവങ്ങൾ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മനുഷ്യന്റെ അകൃത്യം നിമിത്തം, മനുഷ്യന്റെ പാപപ്രവർത്തികൾ നിമിത്തം ഭൂമി പോലും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് മനുഷ്യൻ വേല ചെയ്താൽ തക്കതായ പ്രതിഫലം ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കാലാവസ്ഥ വ്യതിയാനങ്ങൾ, പ്രകൃതിക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെല്ലാം അത് മനുഷ്യന്റെ അകൃത്യം നിമിത്തം ഭൂമി പോലും മനുഷ്യനോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു. ഭൂമി മനുഷ്യന് വാസയോഗ്യമാകാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഫാക്ടറികളും വാഹനങ്ങളും
മനുഷ്യന്റെ ഒരു ദൃഷ്ടിയിൽ കാണുവാൻ കഴിയാത്ത ഒരു കുഞ്ഞു വൈറസിനെ കൊണ്ട് ഈ കഴിഞ്ഞ ചില വർഷങ്ങൾ ലോകം മുഴുവൻ സ്തംഭിപ്പിച്ചത് നാം കണ്ടതല്ലേ പ്രിയമുള്ളവരെ? ഒരു സോപ്പുകാരിയിൽ കഴുകിയാൽ പോകാവുന്ന ഒരു അണുവിനെ കൊണ്ട് ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിച്ചില്ലയോ? ഉപജീവന മാർഗങ്ങളെ നിർത്തിവെച്ചില്ലയോ? ലോക രാജ്യങ്ങളെ തമ്മിൽ അകർത്തിയില്ലയോ? ലോകത്തിലെ മനുഷ്യന്റെ വായും മൂക്കും ഒരുപോലെ മൂടിക്കെട്ടിയ കാലം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ പ്രിയമുള്ളവരെ? ഒരു മനുഷ്യൻ മരിച്ചാൽ പോലും ഒരു നോക്ക് കാണുവാൻ കഴിയാതെ പ്ലാസ്റ്റിക് കിറ്റുകളിലാക്കി കുഴിമാടങ്ങളിലേക്ക് തള്ളുന്നത് നാം കണ്ടപ്പോൾ വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു, ലോകാരംഭം മുതൽ ഇന്ന് വരെയും ഉണ്ടാകാത്ത കഷ്ടം അക്കാലത്തുണ്ടാകുമെന്ന് ദൈവം പ്രവാചകന്മാരിലൂടെ എഴുതി വെക്കുമ്പോൾ അക്കാലത്തിന്റെ തുടക്കമായിരുന്നു പ്രിയമുള്ളവരെ. കഴിഞ്ഞ 19 വർഷത്തിന്റെ അവസാനം മുതൽ ഈ കഴിഞ്ഞ വർഷങ്ങൾ മുഴുവൻ സംഭവിച്ചുകൊണ്ടിരുന്ന കോവിഡ് എന്ന മഹാമാരി. ഈ കോവിഡ് എന്ന മഹാമാരി എന്ന പേര് ലോകത്തിന് എവിടുന്ന് കിട്ടി? അതും ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. മഹാമാരി അവന്റെ മുന്നിൽ നടക്കുന്ന ആരാണവൻ? ദൈവം. പിന്നാലെ ജ്വരാഗ്നി ചെല്ലുന്നുവെന്ന് വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി എഴുതി വെക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നില്ല പ്രിയമുള്ളവരെ. ഇത് ഞങ്ങൾ ചുമ്മാ വിളിച്ചു പറയുന്നില്ല. ലോകം അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ. ഇവിടെ തലമുറയായി ഇവിടെ ജീവിക്കാമെന്ന് ആരും വിചാരിക്കരുത്. ഒരു 3-4 ലോകമഹായുദ്ധം നടക്കുവാൻ പോകുന്നുള്ള മുന്നോടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ പ്രിയമുള്ളവരെ. ഇതെല്ലാം കത്തിച്ചാമ്പലാകുവാൻ സമയമായിരിക്കുകയാണ്. ഒരൊറ്റ ബട്ടൺ അമർത്തിയാൽ ഈ ഭൂമിയെ 156 പ്രാവശ്യം പൊട്ടിത്തെറിപ്പിക്കുവാനുള്ള ആണവായുധങ്ങളാണ് ലോകരാജ്യങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്നത്. അതിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ലോകരാജ്യ സാമ്രാജ്യ ശക്തികൾ വിളിച്ചു പറയുന്നു സമാധാനം. എവിടെ സമാധാനമുണ്ട് പ്രിയമുള്ളവരെ? നിങ്ങൾ ഓർത്തു നോക്കണമേ, ലോകം അന്ത്യഘട്ടത്തിലെത്തിയിരിക്കുന്നു. അതിനു മുമ്പായി ഞങ്ങൾ വിളിച്ചു പറയുന്ന ഒരു കാലമുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവമായ യേശു ക്രിസ്തു താൻ വന്നതുപോലെ വന്നിട്ട് പോയതുപോലെ തന്നെ മടങ്ങി വരുവാൻ സമയമായതിന്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം സംഭവിക്കുന്നത് പ്രിയമുള്ളവരെ. യേശുവിന്റെ ഏകീകരണ ജീവിതം താൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഒരിക്കൽ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു, അങ്ങയുടെ വരവിനും ലോക അവസാനത്തിനും എന്താകുന്നു അടയാളമെന്ന് ശിഷ്യന്മാർ ഒന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാരോട് യേശു പറയണ്ടേ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ നോക്കുവിൻ. ആരാണ് നിങ്ങൾ? യേശുവിന്റെ രക്തത്താൽ പാപമോചനം നേടി വീണ്ടെടുക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോടും തന്റെ സഭയോടും ചേർന്ന് ജനത്തെ ദൈവം പറയുകയാണ്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ നോക്കുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ ഈ ലോകത്തിൽ എഴുന്നേറ്റ് വരും. നിങ്ങൾ വിശ്വസിക്കരുത്.
കരയിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ ഉണ്ടാകും. എത്രയോ കണ്ടുപിടുത്തങ്ങളുടെ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രഗോളങ്ങളിലും നാസ അടക്കമുള്ള ഗവേഷകർ എത്രയോ അടയാളങ്ങളാണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു പറഞ്ഞ കാര്യം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും യേശു പറയാണ്, കടലിന്റെയും ഓളങ്ങളുടെയും മുഴക്കം നിമിത്തം സകല ഭൂസീമവാസികളും ഈ ഭൂലോകത്തിന് എന്ത് ഭവിക്കുന്നു എന്നറിയാണ് നിർജീവന്മാരായി തിരുമെന്ന്. അതും ഈ കേരളത്തിൽ സംഭവിച്ചില്ലേ? എത്രയോ രാജ്യങ്ങളിൽ സംഭവിച്ചു. 2018-19 കാലഘട്ടം 2 പ്രളയങ്ങൾ ഈ കേരളത്തിലുമുണ്ടായി. കേരളത്തിന്റെ കടൽ തീരങ്ങൾ കടലെടുത്തു കൊണ്ടുപോയി. ഈ റാന്നി പട്ടണവും മല്ലപ്പള്ളി പട്ടണവും ചെങ്ങന്നൂരിന്റെ പ്രദേശങ്ങളുമെല്ലാം വെള്ളത്താൽ മുങ്ങിപ്പോയില്ല പ്രിയമുള്ളവരെ. 3 നില കെട്ടിടത്തിന്റെ മുകളിൽ വരെ വെള്ളം പൊങ്ങിയതല്ലേ? ലോക രാജ്യങ്ങളിൽ ചിതറിക്കിടന്ന മലയാളികൾ ഭയപ്പെട്ടുപോയി. അതായി കേരളത്തിന് എന്ത് സംഭവിക്കുന്നു? പ്രിയമുള്ളവരെ, ഇതെല്ലാം യേശു പ്രവചിച്ച പ്രവചനങ്ങളെ കേട്ടോ. ഇത് ഞങ്ങൾ ചുമ്മാ വിളിച്ചു പറയുന്നതല്ല. ഇതൊന്നും പ്രകൃതിയുടെ ക്ഷോഭങ്ങളല്ല പ്രിയമുള്ളവരെ. ബൈബിളിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു, എന്റെ ക്രോധത്തിങ്കൽ ഞാൻ പെരുമഴ പയക്കും, കൊടുങ്കാറ്റടിപ്പിക്കും, മുടിച്ചു കളയുന്ന ആലിപ്പഴങ്ങൾ പഴുക്കുമെന്ന് ബൈബിളിൽ വ്യക്തമായി എഴുതി വെക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, പ്രകൃതിയിൽ കാണുന്ന പ്രതിഭാസങ്ങളൊന്നും അത് പ്രകൃതിയുടെ പ്രതിഭാസമല്ല, ദൈവം വരുത്തി വെക്കുന്ന ന്യായവിധികളാണ്. ന്യായവിധിയുടെ മുന്നിലാണ് നിങ്ങളെല്ലാം നിൽക്കുന്നത് പ്രിയമാണ്. ഞങ്ങൾ നിൽക്കുന്നത് ദൈവം ലോകത്തിൽ ന്യായവിധി അയച്ചുകൊണ്ടിരിക്കുന്നു. BC 2353 കാലഘട്ടം മുതൽ ലോകത്തിലേക്ക് ദൈവം ന്യായവിധി അയച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തെന്നറിയുമോ? ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തോട് മറുതിരിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വീണ്ടും ദൈവം രക്ഷിക്കുവാൻ വേണ്ടി അനേക മതപുരോഹിതന്മാരെ അയച്ചു, അനേക മുനിമാരെ അയച്ചു, അനേക പ്രവാചകന്മാരെ അയച്ചു. എല്ലാവരും നല്ല സന്ദേശങ്ങൾ കൊടുത്തു. സന്ദേശങ്ങളെ കൊടുത്തവരെല്ലാം അവർ ദൈവങ്ങളായി ആരാധിക്കുവാൻ തുടങ്ങി. ഇത് കണ്ട ദൈവം വീണ്ടും അനുഭവിച്ച് ലോകത്തോട് പറഞ്ഞു, നോഹ എന്ന ഭക്തനോട് പറഞ്ഞു, ഞാൻ ഈ ഭൂമിയെ വെള്ളത്താൽ നശിപ്പിക്കുവാൻ പോകുന്നു. നീ ഒരു പട്ടണം ഉണ്ടായിക്കൊള്ളണം. നീയും നിന്റെ ചർച്ചക്കാരും ഭൂമിയിലെ സകല ജീവികളിലും ഈ 2 വെള്ളം കയറ്റി നീ രക്ഷപ്പെട്ടുകൊള്ളണമെന്ന് പറഞ്ഞു. അന്ന് പെട്ടകം ഉണ്ടാക്കുന്ന സമയം 120 സംവത്സരം ലോക ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഭൂമിയെ ജലപ്രളയത്താൽ നശിപ്പിക്കുവാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളണമെന്ന് നോഹ എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. കാരണം അന്ന് വരെ ഭൂമിയിൽ മഴ എന്താണെന്ന് അറിയില്ല. ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നത് ഭൂമിയുടെ അടിയിൽ നിന്നും മഞ്ഞ് ഉതിർന്നുകൊണ്ടാണ്. നോഹ പെട്ടകമുണ്ടാക്കി. അവരെല്ലാവരും അതിനകത്ത് കയറി 8 പേരടങ്ങുന്ന സംഘം എല്ലാ ജീവികളിലും, ശുദ്ധമായ ജീവികളിലും അല്ലാത്ത ജീവികളിൽ നിന്നും ഈ 2 വിധം പെട്ടകത്തിൽ കയറി ദൈവത്തെ അനുസരിച്ചു. യഹോവ പെട്ടകത്തിന്റെ വാതിലടച്ചു. പ്രിയമുള്ളവരെ, 150 ദിവസം ഭൂമിയിൽ മഴ പെയ്ത് വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. 40 ദിവസം രാവും പകരുന്നില്ലാതെ അന്ന് വെള്ളം പൊങ്ങി. 150 ദിവസം വെള്ളം പൊങ്ങി നിന്നു. അത് താഴുവാൻ വീണ്ടും 150 ദിവസങ്ങൾ വേണ്ടി വന്നു. അപ്പോൾ തന്നെ ഭൂമിയിലെ ചത്തുപൊങ്ങിയതെല്ലാം മണ്ണിനോട് ചേർന്ന് പ്രിയമുള്ളവരെ, ആ പെട്ടകത്തിന്റെ അവശിഷ്ടമെന്നും നിങ്ങൾ തുർക്കിയിലേക്ക് ചെന്നാൽ അരാരത്ത് പർവ്വതത്തിന്റെ മുകളിൽ ഇന്നും നോഹയുടെ പെട്ടകത്തിന്റെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് പ്രിയമുള്ളവരെ. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ദൈവത്തിന്റെ ദൃഷ്ടാന്തമായി ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ലോകം വിളിച്ചു പറയുന്നു പ്രിയമുള്ളവരെ. അതിനുശേഷവും ദൈവം ഒരു ന്യായവിധി നടത്തി. ഇറാഖിലുള്ള 2 പട്ടണങ്ങൾ, സോദോം എന്നും ഗൊമോറ എന്നും പറയുന്ന 2 പട്ടണങ്ങൾ ദൈവം നശിപ്പിക്കുവാനിടയായി. എന്തുകൊണ്ട്? ദൈവം രക്ഷിച്ചു കൊണ്ടുവന്ന മനുഷ്യൻ, അവൻ സന്തതി പരമ്പര ജനിച്ചു പെരുകി വന്നപ്പോൾ വീണ്ടും ദൈവത്തിൽ നിന്നകന്ന് സ്വർഗ്ഗരതികളിലും മൃഗങ്ങളെപ്പോലും ഭോഗിക്കുന്ന മനുഷ്യൻ അന്ന് സോദോം ഗൊമോറ എന്ന് പറയുന്ന 2 പട്ടണങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനായി ദൈവം സ്വർഗത്തിൽ നിന്ന്
അനേക വിദേശികൾ, അനേക സഞ്ചാരികൾ അവിടെ ചെന്ന് ആനന്ദിക്കുകയാണ്. ചാവുകളിൽ ചുമ്മാ ഉണ്ടായില്ല. ദൈവത്തിന്റെ ന്യായവിധി അയച്ച 2 പട്ടണങ്ങളെ മനുഷ്യവാസമില്ലാതെയാക്കി കളഞ്ഞു. അതിനുശേഷം ദൈവം പറഞ്ഞു, ഞാൻ ഭൂമിയെ ഇനി തീയാലും വെള്ളത്താലും ഒരുമിച്ച് നശിപ്പിക്കത്തില്ല എന്ന് അവിടവിടങ്ങളായി നശിപ്പിക്കുമെന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഇന്ന് ന്യായവിധികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുനാമികൾ ഉണ്ടാകുന്നു, ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു, അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുന്നു, എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന മനുഷ്യന്റെ വ്യക്തി ജീവിതങ്ങളില് ദൈവം ന്യായവിധി അയച്ചുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ. മരണത്തിനുള്ള നീക്കുവാക്ക് യഹോവയ്ക്കുള്ളതാകുന്നു. മനസാന്തരപ്പെട്ടുകൊള്ളുവിൻ. മനസാന്തരപ്പെടഞ്ഞാൽ നീ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നിനക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഒരു സ്വർഗമുണ്ട്. അല്ല എങ്കിൽ ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച സാത്താനെന്ന് അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യനരകം കരസ്ഥമാക്കേണ്ടി വരും പ്രിയമുള്ളവരെ. ആ നിത്യനരകത്തിലേക്ക് ആരും പോകരുത് പ്രിയമുള്ളവരെ. സാത്താൻ എന്ന പ്രതിമാസം ലോകത്തെ മുഴുവൻ അടക്കി വലിച്ചുകൊണ്ട് അവനിലൂടെ അനേകരെ പാതാളത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രിയമുള്ളവരെ. സാത്താൻ എന്ന പ്രതിമാസം അവൻ അസ്ഥിയും മാംസവുമില്ല, എന്നാൽ അസ്ഥിയും മാംസവുമുള്ള മനുഷ്യ ശരീരങ്ങളിലേക്ക് കയറിക്കൊണ്ട് മനുഷ്യനെ കൊണ്ട് നീചമായ പ്രവൃത്തികൾ, പാപപ്രവൃത്തികൾ ചെയ്യിക്കുന്നു. ആഭിചാരം, പക, പിണക്കം, വ്യഭിചാരം, വെറിക്കൂത്ത്, കുലപാതകങ്ങൾ, ഇങ്ങനെ നിരവധി പാപപ്രവൃത്തികളുടെ, നീചപ്രവൃത്തികളുടെ മനുഷ്യനെ കൊണ്ട് ചെയ്യിച്ച് അവൻ നരകത്തിലേക്ക് അനേകരെ വലിച്ചു കൊണ്ടുപോകുന്നു പ്രിയമുള്ളവരെ. രക്ഷപ്പെട്ടുകൊള്ളേ. യേശുക്രിസ്തു എന്ന നീതിമാനായ ദൈവത്തെ നോക്കി പാപം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ നീ ജീവിക്കുന്നുവെങ്കിൽ നിനക്കൊരു ദൈവരാജ്യമുണ്ട്. ആ ദൈവരാജ്യമാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് പ്രിയമുള്ളവരെ. വരുവാനിരിക്കുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തെ കുറിച്ച് ഇന്ന് ലോകത്തിൽ 7 വൻകരകളിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് ഈ ദൈവരാജ്യത്തെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ ഭാഷയിൽ പുസ്തകം എഴുതിയിട്ടുള്ളത് ഈ ദൈവരാജ്യത്തെ കുറിച്ചാണ്. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ആ ദൈവരാജ്യത്തിന്റെ സമീപമായി പ്രിയമുള്ളവരെ. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് മരണാനന്തര ജീവിതം സ്വർഗത്തിൽ കഴിക്കുവാൻ കഴിയും. അല്ല എങ്കിൽ മരണാനന്തരം സാത്താനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യനരകം അവകാശമാകേണ്ടി വരും. അത് ഭയാനകമാണ് പ്രിയമുള്ളവരെ. ഞങ്ങളെ കേൾക്കുന്ന ചിലർ പറഞ്ഞേക്കാം, നരകത്തിൽ പോകാനും ആൾക്കാർ വേണ്ടേന്ന്. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു മുട്ടുസൂചി കൊണ്ട് ഒരു തീപ്പവളേറ്റാൽ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ക്ലിനിക്കിലേക്കും ഹോസ്പിറ്റലിലേക്കും ഓടുന്ന നിങ്ങൾ 4000 ഡിഗ്രി സെന്റിഗ്രേഡിൽ തീയും ഗന്ധവും തിളച്ചു മറിയുന്ന അഗ്നിനരകത്തിൽ പോയി യുഗങ്ങൾ എത്ര നാൾ നിങ്ങൾ എങ്ങനെ കിടക്കും പ്രിയമുള്ളവരെ? ചുമ്മാ വിളിച്ചു പറയുന്നതല്ല കേട്ടോ. ഈ നരകങ്ങളെ ലോക സയൻസിന് ദൈവം കാണിച്ചു കൊടുത്തു. ശ്രദ്ധിച്ചു കേട്ടോളം. 1982 സൈബീരിയൻ ഗവൺമെന്റും സോവിയറ്റ് യൂണിയനും കൂടി ചേർന്നുകൊണ്ട് ഈ ഭൂമിക്കടിയിൽ എന്ത് സംഭവിക്കുന്നു അറിയാൻ അവർ കുഴിച്ചു നോക്കി. 14.4 കിലോമീറ്ററുകൾ കുഴിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ സാമഗ്രികളെല്ലാം ഉരുകിപ്പോകാൻ തുടങ്ങി. പിന്നീട് അവർ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഇച്ചിരി ആരവങ്ങൾ കേൾക്കാം. വീണ്ടും ഗവേഷണം നടത്തിയപ്പോൾ ഈ ഭൂമിയുടെ അന്തർഭാഗം 4000 ഡിഗ്രികൾക്ക് മുകളിൽ തീയും ഗന്ധവും കത്തിയെന്ന് അറിയുവാൻ കഴിഞ്ഞു. എന്നാൽ അവർ ഹൈ പവർ സൗണ്ട് റെക്കോർഡറെ ഈ ഭൂമിയുടെ അന്തർഭാഗത്തേക്ക് അയച്ചു കൊടുത്തു. 30 സെക്കൻഡിൽ അടങ്ങുന്ന
സത്യമാണ് സയൻസ് പറയുന്നത്. സയൻസ് എന്ന് മനുഷ്യൻ വിശ്വസിക്കും. എന്നാൽ വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, യെഹെസ്കേൽ എന്ന് പറയുന്ന പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നു, പാപം ചെയ്ത് നിഹിതന്മാരായി മരിച്ചുപോയവർ പാതാളത്തിൽ കിടന്ന് അയ്യം വിളിക്കുന്നുവെന്ന് വ്യക്തമായി എഴുതി വെക്കുമ്പോൾ 1982 സയൻസ് കണ്ടുപിടിച്ച് പ്രിയമുള്ളവരെ, വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഒരു സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണെന്ന കാര്യം മറന്നുപോകരുത്. ഈ ലോകത്തിൽ തന്നെ നാം ജീവിക്കുമ്പോൾ മര്യാദയായി ജീവിച്ചില്ലെങ്കിൽ, ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്താൽ, ദോഷവഴികളിലൂടെ നടന്ന് നിങ്ങൾ ലോകത്തിന്റെ നിയമങ്ങൾക്ക് വിരോധമായി നടന്നാൽ, പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തിന്റെ നിയമം അനുസരിച്ച് ശിക്ഷാവധി മേടിച്ചു കെട്ടേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ, മനുഷ്യനെ സൃഷ്ടിച്ചു വിട്ട ദൈവം ശിക്ഷാവധി നടത്തുമെന്ന കാര്യം മറന്നുപോകരുത്. ആ നിത്യന്യായവിധിയിൽ നിന്നും ഈ മല്ലപ്പാട് ദേശത്തു നിന്നും അനേകർ വിടുവിക്കപ്പെടുവാനുണ്ട്. അതിനുവേണ്ടിയാണ് ഇന്നും ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വരുവാനിടയായത്. നിത്യനരകം കരസ്ഥമാക്കുവാൻ ശ്രമിക്കുന്നവരെ ഭയാനകമാണ്. അവിടേക്ക് പോകരുത്. നിത്യസ്വർഗം കരസ്ഥമാക്കണമെങ്കിൽ നിത്യസ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് യാത്ര ചെയ്ത് യേശുക്രിസ്തുവിനെ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യനിടയിൽ ഒരേ നാമം യേശു മാത്രം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് യേശു പറയുമ്പോൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിമാലയ സാനുക്കൾ ഇരുന്നുകൊണ്ട് മുനിമാർ ഇങ്ങനെ പാടി, അസുതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയി മൃത്യുമാ അമൃതം ഗമയ. അസത്യത്തിലിരിക്കുന്ന മനുഷ്യനെ സത്യത്തിലേക്ക് നടത്തുന്നത്, ഇരുട്ടിലിരിക്കുന്ന മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നടത്തുന്നത്, മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ അമർത്യത്തിലേക്ക് നടത്തണമെന്ന് അവർ അങ്ങനെ പാടിയപ്പോൾ അവർക്കറിയാമായിരുന്നു ലോകത്തിലെ മനുഷ്യനെ രക്ഷിക്കുവാൻ, മനുഷ്യന്റെ ഇരുളായ ഹൃദയങ്ങളെ വെളിച്ചത്തിലേക്ക് ആക്കുവാൻ, അവരെ സത്യത്തിലേക്ക് വഴി നടത്തുവാൻ ഒരു രക്ഷിതാവ് കടന്നു വരുമെന്ന് അന്ന് അവർക്കറിയാമായിരുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഞങ്ങൾ വിളിച്ചു വരുന്ന നസറേയനായ യേശു ക്രിസ്തുവാണ് അതിൽ യോഗ്യനായ നിങ്ങളുടെ പാപങ്ങളെ മുഴുവൻ മാറ്റുവാൻ തക്കവണ്ണം യേശുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. കാരണം യേശു പാപമില്ലാതെ ജനിച്ചവരാണ്. യേശു ദൈവപുത്രനാണ്. ആരാണ് യേശു ക്രിസ്തു? കാലഘട്ടത്തെ പോലും രണ്ടായി കീറി മുറിച്ചുകൊണ്ട് ലോകത്തിന്റെ നെറുകയായ യെരൂശലേമിൽ ജനിച്ചു വീണ യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. ആരാണ് യേശു ക്രിസ്തു? എന്റെ ജനാംഗങ്ങളെ സൃഷ്ടിച്ചവൻ, ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ചവൻ, ഇടജാതികളെ നാൽക്കാലികളെ സൃഷ്ടിച്ചവൻ, ഭൂമിയിലെ പൊടിയുണ്ട് മനുഷ്യനെ ഉണ്ടാക്കി തന്റെ ജീവന്റെ ശ്വാസം അത് ആ ജീവൻ ആ ദേഹത്തിൽ ഊതിയപ്പോൾ, ആ പ്രതിമയിൽ ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയെ മാറി. പ്രിയമുള്ളവരെ, ആരാണ് യേശു ക്രിസ്തു? യേശു ക്രിസ്തു മനുഷ്യന്റെ പാപങ്ങളെ പോക്കുന്നവനാണ്. യേശു ക്രിസ്തു മനുഷ്യന് വേണ്ടി സ്വർഗരാജ്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. പ്രിയമുള്ളവരെ, യേശുവിലൂടെ നിങ്ങൾ രക്ഷ നേടിക്കൊള്ളണം. പ്രിയമുള്ളവരെ, ലോകവും അതിന്റെ പണികളുമെല്ലാം ബന്ധനീവാൻ സമയമായി. ഒരൊറ്റ ബട്ടനമർത്തിയ 186 പ്രാവശ്യം ഈ ഭൂമിയെ പൊട്ടിത്തെറിപ്പിക്കാനുള്ള ആണവായുധങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്നു. ഇതെല്ലാം പൊട്ടുവാൻ സമയമായി. പ്രിയമുള്ളവരെ, ഒരു 3-ാം ലോക യുദ്ധത്തിന് മുമ്പായി ഞങ്ങൾ വിളിച്ചു പറയുന്ന നസറേയനായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടും. ആദ്യമായി യേശു വന്നത് പാപികളായ മനുഷ്യരെ രക്ഷിക്കുവാനായിരുന്നുവെങ്കിൽ, ഇനി യേശു വരുവാൻ പോകുന്നത് പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന തന്റെ ജനത്തെ ചേർക്കുവാൻ യേശുവരായി. അതിനുശേഷം പ്രിയമുള്ളവരെ, 7 വർഷം ഇവിടെ എതിർ ക്രിസ്തു എന്ന സാത്താന്യ ഭരണമുണ്ടാകും. ഒരു AI ഇന്റലിജൻസ് യൂറോപ്യൻ ഭരണകൂടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കും. അതിനുവേണ്ടി ഇന്ന് ലോകരാജ്യ സാമ്രാജ്യ ശക്തികൾ പല സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. അതെ, ലോകത്തെ മുഴുവൻ ഭരിക്കുവാൻ ഒരു ഏകാധിപതി എഴുന്നേറ്റ് വരും. പ്രിയമുള്ളവരെ,
ഇവിടെ 1000 സംവത്സരം യേശു ക്രിസ്തു ഭരിക്കുവാൻ പോവുകയാണ്. ഇന്ന് ലോകരാജ്യങ്ങൾ ഇസങ്ങൾ സ്വപ്നം കാണുന്നു. സമത്വ സുന്ദരമായ ഭരണം ഈ ലോകത്തിൽ കാഴ്ചവെക്കാൻ പ്രിയമുള്ളവരെ ഇന്ന് ഇസങ്ങൾ കൊണ്ട് സാധ്യമല്ല. പ്രിയമുള്ളവരെ, യേശു ലോകത്തെ 1000 സംവത്സരം ഭരിക്കുവാൻ പോകുന്നു. ആ ഭരണത്തിലേക്ക് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുവാനാണ് ഞങ്ങളെ സുവിശേഷം വിളിച്ചു വരുന്നത്. യേശു ക്രിസ്തുവിനെ കൈകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളാകുവാൻ അധികാരം ലഭിച്ചു. ദൈവമക്കളാകണമെങ്കിൽ ഒരു അധികാരം ലഭിക്കണമെങ്കിൽ അത് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്കാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ദൈവമക്കളാകുവാൻ കഴിയുള്ളൂ. അല്ലാത്തവരെല്ലാം വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു പിശാചിന്റെ സന്തതികളും അവന്റെ അപ്പന്മാരുമാകുന്നുവെന്ന്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആയതുകൊണ്ട് ഈ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ നരകത്തിൽ നിന്ന് വിടിവെക്കപ്പെട്ട് നിത്യ സ്വർഗം കരസ്ഥമാക്കുവാൻ പാപം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്തുകൊണ്ട് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ അന്ത്യ ന്യായവിധിക്കത്തിൽ വരുന്നു. 1000 വർഷങ്ങൾക്ക് ശേഷം ഈ യേശു തന്നെ വെള്ളസിംഹാസനത്തിൽ നിന്നുകൊണ്ട് ന്യായം വിധിക്കും. അന്ന് നിങ്ങൾ യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്ന്, സുവിശേഷം കേട്ടിട്ടില്ലെന്ന് പറയുവാൻ കഴിയില്ല. നിങ്ങളുടെ മുന്നിൽ TV തുറന്നു വെക്കുന്ന പോലെ കാണിച്ചു തരും. ഞങ്ങളിവിടെ പ്രസംഗിക്കുന്നതും നിങ്ങളിങ്ങനെ നിന്ന് കേൾക്കുന്നതും ചുമ്മാ നല്ല പ്രിയമുള്ളവരെ. ആയതുകൊണ്ട് ഓർത്തുകൊള്ളവേ, ആ ന്യായവിധി വിസ്താരത്തിൽ ഈ സ്വർഗമായ ദൈവരാജ്യം കരസ്ഥമാക്കുവാൻ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കൂ. നരകം വിട്ടൊഴിയൂ, സ്വർഗം കരസ്ഥമാക്കൂ. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യം വരുവാനുള്ള കാര്യമാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, തലമുറയായി ഇവിടെ ചുമ്മാ ജീവിച്ചു പോകാമെന്ന് ആരെയും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഭോഷത്വമാണ് പ്രിയമുള്ളവരെ. ആയതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ജീവനുള്ളവരായ നിത്യരാജ്യത്തിൽ വസിക്കുവാൻ ഈ മല്ലപ്പള്ളി ദേശത്തോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പ്രബോധനം അവസാനിപ്പിക്കുന്നു. കേട്ട എല്ലാവരെയും ദൈവം സന്ദർശിക്കട്ടെ, അവരുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. ജീവനുള്ള ദൈവത്തെ അറിയുവാനുള്ള അറിവ് അവർക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. വാത്സല്യമുള്ള ദേശവാസികളെ, ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടി നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു മനോഹര ദേശത്തെക്കുറിച്ച് കടമില്ലാത്ത, രോഗമില്ലാത്ത, പാപമില്ലാത്ത, മരണത്തെ പേടിക്കേണ്ടാത്ത, രാഷ്ട്രീയക്കാരെയോ കള്ളന്മാരെയോ ജപ്തി നോട്ടീസോ പേടിക്കേണ്ടാത്ത, മദ്യപാനിയോ മയക്കുമരുന്നോ ആധിപത്യം സ്ഥാപിക്കാത്ത ഒരു മനോഹര ദേശം, ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നുള്ള യേശു ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങളോട് അറിയിപ്പാൻ ദൈവം ഞങ്ങളിൽ പ്രസാദം തോന്നി. ഞങ്ങൾക്ക് ദൈവം പ്രസംഗിക്കുവാനും നിങ്ങളുടെ നടുവിൽ കടന്നു വരുന്ന അവസരത്തിനാണ് ദൈവത്തെ വാഴ്ത്തുന്നു. കേൾവിക്കാരാ, നിങ്ങളുടെ ആരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബം രക്ഷ പ്രാപിക്കണമെന്നുള്ള ദൈവത്തിന്റെ സ്നേഹം ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമായ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു. ഭൂമിയെ അതിന്റെ പൂർണ്ണതയും കർത്താവിനുള്ളതായിരിക്കാൻ സ്തോത്രം. അവിടുന്ന് മനുഷ്യന് വേണ്ടി സകലവും നന്നായി ചെയ്ത് സ്തോത്രം നിത്യദൈവങ്ങളുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുകയാൽ ആ നിത്യത അവർക്ക് നഷ്ടമായ നിത്യശിക്ഷയായി തീരാതിരിപ്പാൻ കർത്താവായ യേശു ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ആ മനോഹര ഭവനം നിത്യഭവനാവകാശമാക്കുവാൻ ദൈവങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ.